ഞാനിപ്പോൾ ഉള്ളത് ഗോവിന്ദചാമി ഒളിച്ചിരുന്ന ആ കിണറിന്റെ പരിസരത്താണ്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിന്റെ പരിസരത്ത്, അതായത് ആ കെട്ടിടത്തിന് അടിയിലായിട്ടാണ് ഈ കിണറുള്ളത്. ഇത്രയും വലിയൊരു മതിൽ, ഏതാണ്ട് 12 അടിയോളം ഉയരമുള്ള ഒരു മതിൽ ചാടിക്കടന്ന് അയാൾ ഈ ഒരു അലൂമിനിയം കൊണ്ട് നിർമ്മിച്ച ഈ ഒരു ഷീറ്റിലേക്ക് ചാടി. അതിനുശേഷമാണ് താഴെ ഇവിടെ കാണുന്ന ഈ കിണറ്റിലേക്ക് ചാടുന്ന സാഹചര്യം ഉണ്ടായത്. ഈ കിണറ്റിലെ ഒരു കയർ പിടിച്ചുകൊണ്ടായിരുന്നു അയാൾ ഇവിടെ നിന്നിരുന്നത്. പിന്നീട് കയർ പൊട്ടിപ്പോവുകയും പോലീസ് എത്തിയതിനു ശേഷം അയാളെ മുടിയും കൈയും ഉപയോഗിച്ച് വലിച്ചു എടുക്കുകയുമായിരുന്നു. ഏതായാലും സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ജീവനക്കാരനായ ഉണ്ണികൃഷ്ണന്റെ സമയോചിതമായ ഇടപെടലാണ് ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഇയാളെ പിടിക്കാൻ സഹായിച്ചതെന്ന് വേണം പറയാൻ. കാരണം ആദ്യം പോലീസ് ഈ കിണറടക്കം എല്ലാ സ്ഥലവും പരിശോധിച്ച് പോയിരുന്നതാണ്. എന്നാൽ പിന്നീട് വീണ്ടും ഗോവിന്ദചാമി എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ഒച്ചയെടുക്കുന്നത് കേട്ടപ്പോൾ ഇദ്ദേഹം വീണ്ടും വന്ന് പരിശോധിച്ച് നോക്കിയതാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് ഉള്ളിൽ അപ്പുറത്ത് നിന്ന് പൂട്ടിയതാണ്. ആ വശം ഒരിക്കലും ഇവിടെ കയറാൻ പറ്റുകയുമില്ല. എന്നിട്ടും ഈ വലിയ മതിൽ ചാടിക്കടന്ന് ഇയാൾ ഉള്ളിലേക്ക് വരാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ണികൃഷ്ണൻ മുന്നിൽ കണ്ടത്. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഈ കിണറ്റിന്റെ അടുത്തേക്ക് വന്നു നോക്കുമ്പോൾ ഗോവിന്ദചാമിയെ കാണുകയായിരുന്നു, അല്ലേ? അങ്ങനെയല്ലേ? അതെ, തീർച്ചയായിട്ടും. രണ്ടാമത് ഞാൻ തുറന്നു നോക്കുമ്പോൾ ഈ കിണറിന് കയറ് പിടിച്ചിട്ട് ആ വെള്ളത്തിൽ കിടക്കുമായിരുന്നു. ആദ്യം വന്നപ്പോൾ ഉണ്ടായിരുന്നില്ല. ഒന്നില്ല, ആരുണ്ടായി. ഇവിടെ എല്ലാ സ്ഥലവും ഞാൻ പരിശോധിച്ച് പോയതാണ്, ആരും ഉണ്ടായിരുന്നില്ല. കുറേ സമയം കഴിഞ്ഞ് ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞ ശേഷം 10:30 ഞാൻ വീണ്ടും ഇങ്ങോട്ട് വരുന്നത്. വീണ്ടും തുറന്നു വന്നപ്പോഴാണ് ഇതുപോലെ കയറിൽ തൂങ്ങി വെള്ളത്തിൽ നിൽക്കുന്നത് കണ്ടത്. അയാൾ ഭീഷണിപ്പെടുത്തിയായിരുന്നു. വേണ്ടിക്കഴിഞ്ഞാൽ പിന്നെ കുത്തിക്കൊല്ലുമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു നീ പോടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒച്ചയിട്ട് ആൾക്കാർ വരുത്തിക്കാന്ന് അവർ പിടിച്ചു കൊണ്ടു. പോലീസിനെ വിളിച്ചു. അതെ, പോലീസ് എല്ലാവരും ഒച്ചയിടുമ്പോൾ പോലീസ് എല്ലാവരും വന്നു. പോലീസ് ആൾക്കാരൊക്കെ വന്നു. നിങ്ങൾ കണ്ടില്ലായിരുന്നെങ്കിൽ അയാൾ വൈകുന്നേരം വരെ ഇവിടെ തന്നെ നിൽക്കുമായിരിക്കും. കാരണം ഇത് തുറക്കാൻ പൂട്ടിയത് കൊണ്ട് ആരും അങ്ങനെ തിരിച്ചു വരത്തില്ല. നമ്മളേ തുറക്കുന്നുള്ളൂ. നമ്മളും പിന്നെ ഇവിടുത്തെ ഒരു ഇതുണ്ട്, തുറക്കുള്ളൂ. ഇല്ല, അവർ ചിലപ്പോൾ രാത്രി മുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. കയറൊക്കെയാണല്ലേ? അതെ, ഈ കയറാണ്. അത് പൊട്ടാറ കയറാണ്, ഒരു പഴയ കയറാണ്. അപ്പോൾ അതിലാണ് പിടിച്ചു നിന്നത്. വസ്ത്രങ്ങളൊക്കെ എന്തായിരുന്നു? വസ്ത്രം, ഷർട്ടൊന്നും ഉണ്ടായില്ലായിരുന്നു. അടിയിൽ പാൻറ് ഉണ്ടായിരുന്നുള്ളൂ, അത്രേ ഉണ്ടായിരുന്നു. കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. കാരണം എല്ലാവരും അതിനു വേണ്ടി തിരിയാണല്ലോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് കിണറിൽ ഒരാൾ കിടക്കുമ്പം അത് 100% അത് ഞാൻ വ്യക്തമാക്കിയത് ഉറപ്പായിരുന്നു. ധൈര്യപൂർവ്വം പോലീസിന് ഞാനൊരു വിമുക്ത ഭടനാണ്. ആ ഒരു കൂടി എൻ്റെ തോറിലുണ്ട്. അപ്പോൾ അദ്ദേഹം അതാണ് പറയുന്നത്. അദ്ദേഹം ഈ രണ്ടാമതും വന്ന് നോക്കി ഈ കിണറ്റിന്റെ പടവിലേക്ക് ഇങ്ങനെ ഇയാൾ ഇവിടെ ഇരിക്കുന്നത് കണ്ടില്ലായിരുന്നുവെങ്കിൽ വൈകുന്നേരം വരെ ഒരുപക്ഷെ ഇരിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. കാരണം ഇതിന്റെ ഗേറ്റ് പുറത്തു നിന്ന് പൂട്ടുന്നതാണ്. മാത്രമല്ല, ഇത്രയും വലിയ മതിൽ ചാടിക്കടന്ന ഒരാൾ ഇങ്ങോട്ടേക്ക് വരുമെന്ന് ആരും പ്രതീക്ഷിക്കുകയുമില്ല. അങ്ങനെ നോക്കാനുള്ള സാഹചര്യവും ഉണ്ടായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ വീണ്ടും അയാൾ ഒളിച്ചിരിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നിരിക്കാം എന്ന് വേണം കരുതാൻ. പക്ഷേ സമയോചിതമായ ഇടപെടലിലൂടെ ഇയാളെ കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഏതായാലും ഈ കയർ, ഇവിടെ കിടക്കുന്ന ഒരു കയറുണ്ട്. ഈ കയറിൽ പിടിച്ചു തൂങ്ങിയാണ് നിന്നിരുന്നത്. ആ കയർ ഉപയോഗിച്ചുകൊണ്ട് അയാളെ വലിച്ചു കയറ്റാൻ ശ്രമിച്ചപ്പോൾ കയർ പൊട്ടിപ്പോയി എന്നാണ് പറയുന്നത്. അതിനുശേഷം ഇയാളുടെ മുടിയിൽ പിടിച്ചാണ് പോലീസ് വലിച്ചെടുത്തത്. കയ്യിലും മുടിയിലും പിടിച്ചാണ് പോലീസ് വലിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് ഈ ഗേറ്റ് വഴി പുറത്തേക്ക് പോവുകയായിരുന്നു. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ഇയാളുടെ ഫിസിക്, അതായത് ശാരീരിക പ്രകൃതി എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയുള്ളതാവണം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ കാട്ടിലൂടെ നടന്നു വന്ന് ഈ വലിയ മതിൽ എടുത്തു ചാടി അതിനുശേഷം കിണറ്റിലേക്ക് ഇറങ്ങി നിൽക്കാൻ കഴിയണമെങ്കിൽ 5 കിലോമീറ്ററോളം ഇപ്പുറത്തുള്ള ഒരു പ്രദേശത്താണ് ഈ കിണർ എന്നുള്ളതാണ്. അത്രയും ദൂരം നടന്നു വന്ന് ക്ഷീണിക്കാതെ വന്ന് ഇയാൾ വളരെ തന്ത്രപൂർവ്വമായാണ് ഈ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിച്ചത്. മാത്രമല്ല, നിറയെ വീടുകളുള്ള ഒരു പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വീട്ടിൽ നിന്ന് ഒരുപക്ഷെ മോഷ്ടിച്ച് പണം കണ്ടെത്തി അങ്ങനെ പോകാനുള്ള ശ്രമമായിരിക്കും അയാൾ നടത്തിയിരിക്കുക എന്നുള്ള കാര്യത്തിലും സംശയമേതുമില്ല. ഏതായാലും ഇപ്പോൾ ഈ പ്രദേശത്ത് ആരും ഇല്ല. ഈ കിണർ പോലീസ് പരിശോധിക്കുകയും മറ്റും ചെയ്തു. പിടികൂടുമ്പോൾ ഇയാളുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ഏതായാലും നാഷണൽ സാമ്പിൾ സർവേ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസറുടെ വളരെ സമയോചിതമായ ഇടപെടലാണ് ഇത്തരത്തിലുള്ള ഗോവിന്ദചാമിയെ വളരെ പെട്ടെന്ന് തന്നെ പിടികൂടാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്.